നടക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ കോടതിയിലേക്ക് എത്തിക്കുകയാണെന്ന് ശിക്ഷാവിധി കോടതിയിൽ നിന്ന് ഉണ്ടാകാൻ പോകുന്നു. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 4 ശിക്ഷാവിധി പ്രഖ്യാപിക്കുക. ചെന്താമരയെ ഇപ്പോൾ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. ജഡ്ജി KNM ജോർജാണ് വിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. നേരത്തെ അന്തിമവാദവും പൂർത്തിയായി, കുറ്റപത്രം സമർപ്പിച്ച് അതിന്റെ തുടർച്ചയുള്ള നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കോടതി ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നത്. പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി 4 ശിക്ഷാവിധി പ്രഖ്യാപിക്കാൻ പോകുന്നത്. ചെന്താമരയെ കോടതിയിലേക്ക് എത്തിക്കുകയാണ്. ഇന്നത്തെ കോടതി നടപടികൾ അത് വധശിക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രോസിക്യൂഷൻ ആവശ്യത്തിൽ എന്ത് പ്രതികരണം ഉണ്ടാകും എന്നാണ് ഏറ്റവും പ്രധാനമായി മാറാൻ പോകുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിത്, ഈ ഇരട്ടക്കൊലപാതകം എന്നതാണ്. നേരത്തെയും പ്രതി കൊലപാതകം നടത്തിയിട്ടുണ്ട്, വീണ്ടും കാത്തിരുന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കണം എന്നാണ് പ്രോസിക്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെ വധശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. ഇക്കാര്യത്തിൽ എന്താകും കോടതി എടുക്കുന്ന നിലപാട് എന്നതാണ് ഈ വിധി വരുമ്പോൾ ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതേസമയം പ്രതിക്ക് പ്രായക്കൂടുതലുണ്ട്, അക്കാര്യം പരിഗണിക്കണം, പരമാവധി ശിക്ഷ നൽകരുത്. ജയിലിൽ ജോലി ചെയ്തുണ്ടാക്കുന്ന പണം ഈ കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകാമെന്ന് ചെന്താമരയുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. ഈ വാദങ്ങളെ പ്രോസിക്യൂഷൻ നേരത്തെ തന്നെ പൂർണ്ണമായും എതിർത്തതുമാണ്. അതിന് പിന്നാലെയാണ് ശിക്ഷാവിധിയിലേക്ക് കടക്കുന്നത്. ഗോകുൽ VS വിവരങ്ങളുമായിട്ട്. ഗോകുൽ, എപ്പോഴായിരിക്കും കോടതി നടപടികൾ തുടങ്ങുക? നടപടികൾ തുടങ്ങി എപ്പോഴേക്കും ശിക്ഷാവിധി അറിയാൻ കഴിയും? 11 മണിക്ക് കോടതി ചേരും. മിക്കവാറും ആദ്യ കേസായി തന്നെ ചെന്താമരയുടെ കേസ് എടുക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ ഏകദേശം ഒരു 11 മണി അല്ലെങ്കിൽ 11:05 കൂടി തന്നെ ചെന്താമരയുടെ വിധി എന്താണ്, ശിക്ഷാവിധി എന്താണെന്നുള്ളത് അറിയാൻ കഴിയും. പ്രതി കുറ്റക്കാരനാണെന്ന്, ചെന്താമര കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് എന്ത് ശിക്ഷ. സ്വാഭാവികമായും കൊലപാതകം അടക്കമുള്ള വകുപ്പുകൾ തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ വധശിക്ഷയോ അല്ലെങ്കിൽ ജീവപര്യന്തവുമാണ് ചെന്താമരയ്ക്ക് ലഭിക്കാൻ സാധ്യത. കോടതി ഈ കേസിനെ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കുമോ എന്നുള്ളതാണ് ഇനി കാണേണ്ടത്. ഇതനുസരിച്ച് ഒരുപക്ഷെ വധശിക്ഷ നൽകാൻ സാധ്യതയുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ ഈ ജയിൽ അധികൃതരുടെയും അതോടൊപ്പം തന്നെ നിയമസഹായ സമിതിയുടെയൊക്കെ തന്നെ റിപ്പോർട്ട് കോടതി തേടിയിരുന്നു. അതൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിലെത്തുകയും അതിന്മേൽ വാദം ഉണ്ടായിരുന്നു. ശിക്ഷാവിധിയിൽ വാദം പൂർത്തിയായി കഴിഞ്ഞു. ഇനി അറിയേണ്ടത് എന്തായിരിക്കും ശിക്ഷ എന്നുള്ളതാണ്. ഏകദേശം ഒരു 11 മണിയോടുകൂടി തന്നെ കോടതി ചേർന്നാൽ ആദ്യ കേസായി തന്നെ ഇത് പരിഗണിക്കുകയും പെട്ടെന്ന് തന്നെ ഈ വിധി, ഈ കേസിൽ എന്താണ് ശിക്ഷ എന്നുള്ളത് അറിയാൻ സാധിക്കുകയും ചെയ്യും. ഏതായാലും ഇനി അല്പസമയം, ഏതായാലും മിനിറ്റുകൾ മാത്രമേ ഇനി കോടതി ചേരാനുള്ളൂ. ആ കോടതി ചേർന്ന് കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ആ വിധിയുടെ ഭാഗങ്ങൾ നമുക്ക് കോടതിക്കുള്ളിൽ നിന്ന് ലഭ്യമാകും. 103/1, 126/2 ഇങ്ങനെ 2 വകുപ്പുകളിലാണ് ഈ പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ 103, 126 ഇത് രണ്ടും ഗുരുതര വകുപ്പുകളാണ്. വധശിക്ഷ അടക്കം ലഭിക്കാവുന്ന വകുപ്പുകളുണ്ട്. അതിലെല്ലാം പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുമുണ്ട്. ഇനി എന്ത് ശിക്ഷ നൽകും? നാടാകെ ഒന്നടങ്കം കാത്തിരിക്കുന്നത് ചെന്താമരയ്ക്ക് എന്ത് ശിക്ഷയാണ് എന്നറിയാനാണ്. കാരണം നെന്മാറ പോത്തുണ്ടി ഇരട്ടക്കൊലപാതകം അത്രമാത്രം കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ്. ഒരു കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതി ആ കേസിലെ ഇരയുടെ കുടുംബാംഗങ്ങളെ കൂടി കൊലപ്പെടുത്തുന്ന ഒരു അപൂർവ, ഒരു ഭീതിജനകമായ ഒരു കാഴ്ച കൂടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ കൊലപാതകങ്ങളാണ്. ആദ്യ കൊലപാതകം 2019 സജിതയെ, അതിനുശേഷം ജയിലിൽ പോയി, പിന്നീട് പുറത്ത് ഇടവേളയിൽ ഇറങ്ങിയപ്പോൾ സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തുകയായിരുന്നു. ഈ ഇരട്ടക്കൊലയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്ത് അല്പസമയത്തിനകം ശിക്ഷാവിധി ഉണ്ടാകാൻ പോകുന്നത്.